ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഏതാണെന്നറിയോ? ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. 2025 ഒരു കൊറിയൻ ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഗോസ്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ സപ്പോർട്ട് മറക്കാതെ തന്നേക്കുക. അതേപോലെ തന്നെ മറക്കാതെ ഒരു ലൈക്കും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ അവിടെ വെറുതെ കിടക്കുകയാണ്, ആരും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. കാരണം എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ അതിലൂടെ അറിയിക്കാം. അല്ല, നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ 2 ചാനലിലിടുന്ന വീഡിയോസും അതിൻ്റെ ലിങ്ക് ഞാൻ സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നും ഇടുന്നുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അതുകൊണ്ട് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താത്തവർ അതുകൂടി ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. അപ്പോൾ അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ ഈ ഒരു ഹൊറർ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുമ്പോൾ ഒരു വലിയ ട്രെയിൻ ട്രാക്കും ഒരു ട്രെയിൻ പോകുന്ന വലിയൊരു തുരങ്കമാണ് കാണിക്കുന്നത്. അതിനുള്ളിലൂടെ ഒരു പയ്യൻ പേടിച്ച് തന്റെ ടോർച്ച് കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അതുമല്ല, അവന്റെ ടോർച്ചാണെങ്കിലോ കത്തുകണയെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് കാരണം അവൻ പേടിച്ച് പേടിച്ച് മുന്നിലേക്ക് വരുമ്പോൾ അവന്റെ പുറകിലൂടെ എന്തോ ഒന്നിങ്ങനെ പാസ് ചെയ്ത് പോകുന്നതും ഇവൻ പേടിച്ച് തിരിഞ്ഞു നോക്കും. പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവൻ തിരിഞ്ഞു നിന്നിട്ട് ഹേയ്, അവിടെ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും പ്രതികരിക്കുന്നതുമില്ല. പെട്ടെന്നാണ് അവൻ മുന്നിലേക്ക് നോക്കുമ്പോൾ ആ തുരങ്കത്തിന്റെ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ചുവന്ന വെളിച്ചം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇതുകൂടി കണ്ട് അവൻ പേടിച്ചിങ്ങനെ നിൽക്കുന്നത് അവന്റെ പിറകിലൂടെ ആരോ ഒരാൾ വരുന്നത് പോലെ. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ആ തുരങ്കത്തിനുള്ളിലൂടെ നല്ല വേഗതയിൽ വന്ന ട്രെയിൻ അവനെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ അടുത്ത സീനിലെ ആ പയ്യൻ മരിച്ച അതേ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാണിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ഉള്ളത്. അവൾ നമ്മളെ പോലെ തന്നെ ഒരു യൂട്യൂബറാണ്. ഇപ്പൊ ആ റെയിൽവേ സ്റ്റേഷനിൽ വീഡിയോ എടുത്തിട്ട് നിൽക്കുമ്പോൾ അവിടെ അടുത്തായിട്ട് ഒരു വലിയ ഫ്രിഡ്ജ് ഉണ്ട്. അതിനടുത്ത് ആരോ ഒരാൾ കുടിച്ചിട്ട് നിന്നിട്ട് നല്ലതുപോലെ തല കൊണ്ടുവന്ന് അതിലേക്ക് ഇങ്ങനെ ഇടിക്കുന്നു. ഇവനെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് സ്റ്റേഷൻ മാസ്റ്റർ വരുന്നു. അപ്പോഴാണ് ഹീറോയിൻ സ്റ്റേഷൻ മാസ്റ്ററിനെ നോക്കിയിട്ട്, സാർ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ, ഞാനാണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അവളെ അവളുടെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അവളോടൊപ്പം ചോദിക്കാണ്, ഓക്കെ മോളെ, നീ എന്തുകൊണ്ടാണ് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, സാർ, ഇതുപോലെ ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുകയാണ്. അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ദുരൂഹ മരണങ്ങൾ, കൊലപാതകങ്ങൾ ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതിനെപ്പറ്റിയെല്ലാം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യണം. ദേ, എൻ്റെ ചാനലിന് ഒരു പേരുണ്ട്, ഹൊറർ ക്യൂ എന്നാണ്. അതേപോലെ തന്നെ ഇതാണ് എൻ്റെ കാർഡ് എന്നെല്ലാം പറഞ്ഞ് കാണിക്കുമ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്റർ പറയും, സോറി, എനിക്ക് അതൊന്നും പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടാനായിട്ട് വരുമ്പോൾ അവളാണെങ്കിൽ ആൾറെഡി തന്നെ പ്രിപ്പയർ ആയി തന്നെയാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ പഴയ കാലത്തെ ഒരു മദ്യമുണ്ട്. അതാണെങ്കിൽ ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് അത്ര ഇഷ്ടമാണ്. അതെടുത്ത് അയാളുടെ മുന്നിലേക്ക് വെച്ചിട്ട്, ദേ, ഇത് നിങ്ങൾ എത്ര വേണമെങ്കിലും കുടിച്ചോ, എന്നിട്ട് ആ കഥ മാത്രം കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ ആദ്യത്തെ കഥ പറയാൻ തുടങ്ങാണ്. ഇപ്പൊ ഇതിന് തുടക്കമായിട്ടുള്ള ഒരു കഥ ഉണ്ടാവുമല്ലോ, അവിടെ നിന്നാണ് ഇപ്പൊ തുടങ്ങുന്നത്. ആ കഥയാണ് ഇപ്പോൾ പറയുന്നത്. കുറെ നാളുകൾക്ക് മുന്നേ ഒരു പയ്യൻ നല്ലതുപോലെ തന്നെ കുടിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിൻ ഒന്ന് അനങ്ങുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് താഴേക്ക് ഒന്ന് വീഴും. അപ്പൊ അടുത്തിരിക്കുന്ന പാസഞ്ചേഴ്സാണ് അവനെ എടുത്ത് ആ ചെയറിലേക്ക് ഇരുത്തുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് അരമയക്കത്തില് അവൻ കുറെ നേരം തന്നെ അവിടെ ഇരുന്ന് പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ ഒരു കമ്പാർട്ട്മെന്റിന്റെ ജനാല ഭാഗത്ത് ഒരു പെണ്ണ് ജനാലയോട് ചേർന്ന് നിന്ന് തന്റെ തല കൊണ്ട് അതിലേക്ക് ഇടിക്കുന്നു. ഇത് കണ്ട ഇവൻ വിചാരിക്കും, ഇതേത് ഭ്രാന്തി പെണ്ണാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരുന്ന് നല്ലതുപോലെ ഉറങ്ങാണ്. കുറെ കഴിഞ്ഞ് അവൻ കണ്ണു തുറക്കുമ്പോൾ അവന്റെ ആ ഒരു കമ്പാർട്ട്മെന്റിലുള്ള പകുതി ആളുകളും അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. ഇപ്പൊ ഇവനുണ്ട്, അതേപോലെ തന്നെ ഒരു വയസ്സായിട്ടുള്ള ഒരാള്, പിന്നെ ആ ലേഡി. ഇവര് 3 പേര് മാത്രമേ ഉള്ളൂ ഇപ്പൊ ആ കമ്പാർട്ട്മെന്റിൽ. ഇപ്പൊ ആ സ്ത്രീയെ നോക്കുമ്പോൾ അവളെ തല കൊണ്ട് ജനാലയിൽ ഇടിച്ചല്ലോ, അതിപ്പോഴും നിർത്തിയിട്ടില്ല. ഇപ്പോഴാണെങ്കിലോ അവളുടെ തല പൊട്ടുന്നത് പോലെ നല്ല ഫോഴ്സ് ആയിട്ട് ഇടിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന വയസ്സായിട്ടുള്ള ആള് ഇത് കണ്ടിട്ട്, അയ്യോ, എന്നെ കൊണ്ട് ഇതൊന്നും കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകും. ഇത് കണ്ട ആ ഒരുത്തനാണെങ്കിലോ, ഹേയ്, എന്നെ വിട്ടിട്ട് പോകുന്നു പറഞ്ഞ് അവനും അയാളോടൊപ്പം തന്നെ ആ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ കമ്പാർട്ട്മെന്റിൽ കയറുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മ അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. പെട്ടെന്ന് ഫോൺ എടുത്ത്, അമ്മ, ഞാൻ പെട്ടെന്ന് തന്നെ വരും, എന്തു പറ്റി വിളിക്കാനെന്ന് ചോദിക്കുമ്പോൾ, എന്തു പറ്റി, നിന്റെ സംസാരത്തിനൊരു വ്യത്യാസം, നീ പിന്നെ കുടിച്ചല്ലേ, നിന്നോട് എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ല എന്നെല്ലാം പറഞ്ഞ്, ഓക്കെ ഞാൻ വരാം എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഫോൺ കട്ട് ചെയ്യുന്നതും അവന്റെ അമ്മ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കാണ്. അതവൻ തുറന്നു നോക്കുമ്പോൾ ഒരു ന്യൂസ് ആണത് കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇവ യാത്ര ചെയ്യുന്ന ആ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ, ആ സ്റ്റേഷനിലെ ഏതോ ഒരു പെണ്ണ് തല കൊണ്ടുവന്ന് ഒരുപാട് നേരം അവിടുത്തെ ചുമരിൽ ഇങ്ങനെ ഇടിക്കുന്നു. അതേപോലെ തന്നെ ഒരു ട്രെയിൻ വരുമ്പോൾ ആ ട്രാക്കിലേക്ക് ചാടി ആ ഒരു പെണ്ണ് മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ന്യൂസ് അവൻ കാണുന്നതും വേറെ ഒന്നുമല്ല, അവൻ നിൽക്കുന്ന ആ ഒരു കമ്പാർട്ട്മെന്റിലെ ഒരു പെണ്ണ് തല കൊണ്ടിടിച്ചല്ലോ, ആ പെണ്ണിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രേതമാണെന്ന് അവൻ മനസ്സിലാക്കുന്നതും ഇവൻ പേടിച്ച് അടുത്തിരിക്കുന്ന ആ ഒരു അപ്പൂപ്പനെ നോക്കുമ്പോഴത്തേക്കും അയാളുടെ തല ആ പെണ്ണിട്ടിടിക്കുന്നത് പോലെ തന്നെ ഇടിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഇതുകൂടി കാണുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് പേടിച്ച് താഴേക്ക് വീഴുമ്പോൾ ആ ലേഡി ഇപ്പോൾ അവന്റെ ആ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ
അതിന്റെ ഡോറിലേക്ക് വന്നിങ്ങനെ ഇടിക്കുകയാണ്. അതുപോലെ ഈ ഒരു ട്രെയിൻ പെട്ടെന്ന് ഒരു ടണലിനുള്ളിലേക്ക് കയറുന്നതും അതിനകത്തുള്ള ലൈറ്റ് എല്ലാം അങ്ങ് ഓഫ് ആവുന്നു. എങ്ങനെ ഉണ്ടാവും അത്? അതുമല്ല അവന്റെ അടുത്തിരുന്ന ആ ഒരു അപ്പൂപ്പനെ കാണാനില്ല. ഹേയ്, നിങ്ങൾ എവിടേക്കാ പോയെന്നും പറഞ്ഞിട്ട് അവൻ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആ സ്ത്രീ വീണ്ടും അവളുടെ തല കൊണ്ടുവന്ന് നല്ലതുപോലെ ആ കണ്ണാടിയിലിട്ട് ഇടിച്ചിടിച്ചിടിച്ച് അവസാനം അവരുടെ തല മുറിഞ്ഞു വന്ന് അവന്റെ അടുത്തേക്ക് വീഴുന്നതും ഇവൻ പേടിച്ച് അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് കാണിക്കുമ്പോൾ തലയില്ലാത്ത അവരുടെ ശരീരം അവനെ പിടിക്കാൻ വേണ്ടി ഓടി അവന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ പേടിച്ച് കണ്ണടയ്ക്കും. പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോഴത്തേക്കാണ് ഇത്രയും നേരം കണ്ട കാര്യങ്ങളെല്ലാം സ്വപ്നമായിരുന്നു. നോക്കുമ്പോൾ അടുത്തൊരു പെണ്ണിരിപ്പുണ്ട്. അതേപോലെ തന്നെ ആ വയസ്സായിട്ടുള്ള അപ്പൂപ്പനും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ താൻ കഴിച്ച മദ്യം കാരണമായിരിക്കും ഇങ്ങനെ തോന്നിയത് എന്ന് വിചാരിച്ച അവൻ പെട്ടെന്ന് ആ ട്രെയിനിൽ നിന്നും അവൻ ഇറങ്ങേണ്ട സ്റ്റേഷനിലേക്ക് വരും. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ന്യൂസിൽ കണ്ട ആ ഒരു കാര്യമുണ്ടല്ലോ, ഒരു പെണ്ണ് ഇതുപോലെ തല കൊണ്ടുവന്ന് ചുമരിലിടിച്ചിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് ചാടിയ ഒരു കാര്യം. ആ സ്ഥലത്തേക്ക് ആരും പോരുതെന്ന് പറഞ്ഞ് പോലീസ് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഈ കാര്യം അവൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ന്യൂസ് എന്തായാലും സംഭവിച്ചൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ആ കാര്യം ഇവൻ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടെയും ആരോ തല കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. ഇവൻ പതിയെ ആ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ ആഹാ, കാണിക്കുന്ന വേറെ ഒന്നുമല്ല, ന്യൂസിൽ കണ്ട അതേ സ്ത്രീ തല കൊണ്ടുവന്ന് ചുമരിലിടിക്കുന്നതാണ് അവൻ കാണുന്നത്. അത് കണ്ടു നിൽക്കുമ്പോൾ തന്നെ അവന്റെ പിറകിലെ ആ സ്ത്രീയുടെ ഗോസ്റ്റ് അവന്റെ പിറകിൽ വന്നിങ്ങനെ നിൽക്കുന്നു. ഇതുകൂടി കണ്ട് അവൻ പേടിച്ചിട്ട് പെട്ടെന്ന് അവനോട് പറയുന്നുണ്ട്, ഇല്ല എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങുമ്പോൾ ആ പ്രേതം എന്തായാലും അത് കേൾക്കുന്നില്ല. പെട്ടെന്ന് അവനെ ആ ഒരു ട്രാക്കിലേക്ക് തള്ളിവിട്ട് ഒരു ട്രെയിൻ കയറി അവനും മരിക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ CCTV ഫുട്ടേജ് ആയിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അവനായിട്ട് വന്ന് വീണതുപോലെയാണ് തോന്നുന്നത്. പക്ഷേ ആ പ്രേതമാണ് അവനെ തള്ളിയിട്ടത്. അങ്ങനെ ഈ കഥ പറഞ്ഞു തീരുന്നതും ഹീറോയിൻ പറയും, സാർ വേറെ ഏതെങ്കിലും ഒരു കഥയും കൂടി പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, ഇന്നിത് മാത്രമേ ഉള്ളൂ, നീ എന്തായാലും ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞ് അവൾ എവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ അയാൾ പറഞ്ഞ എല്ലാ കാര്യവും അവൾ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ട് ഹീറോയിൻ അടുത്ത ദിവസം തന്നെ അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴും അവള് ആ സ്റ്റേഷനെ പറ്റി തന്നെയാണ് സെർച്ച് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് ആ സ്റ്റേഷനിൽ ഏകദേശം 16 പേര് മരണപ്പെട്ടതായിട്ടുള്ള കാര്യം അവൾ കണ്ടുപിടിക്കും. അപ്പോഴാണ് അവളുടെ മാനേജർ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ഇങ്ങനെ പറയുന്നത്, ഹേയ്, നിന്റെ കണ്ണാടി ഒരു കഴിഞ്ഞാൽ നിന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു കണ്ണ് കാണാൻ കഴിയും എന്നെല്ലാം പറഞ്ഞ് ഇവളെ കളിയാക്കുവാണോ അതോ ഇനി കാര്യമായിട്ട് പറയണമെന്ന് അറിയത്തില്ല. എന്നിട്ട് അവളോട് ചോദിക്കും, ശരി നീ ആ ഒരു സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്തായി, എന്തെങ്കിലും കഥ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് കിട്ടിയ ആ ഒരു കഥയെ പറ്റി അവൾ പറയാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വേറൊരു പെണ്ണുണ്ട്. അവളുടെ പേര് GN എന്നാണ്. അവൾ ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് ഹീറോയിനോട് പറയും, ഓ, ആ ആത്മഹത്യാ കേസല്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് നാളായി, പിന്നെ ആ കേസ് വലിച്ചെടുത്തോണ്ട് വന്നിട്ട് വെറുതെ എന്തിനാ നാണക്കിടുന്നത്? ആ കേസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വ്യൂസും ഉണ്ടാവത്തില്ല, സബ്സ്ക്രൈബേഴ്സും കൂടത്തില്ല. ദേ ഇപ്പൊ എന്നെ നോക്ക്, എന്തുമാത്രം ഫോളോവേഴ്സ് ഉണ്ടെന്നറിയോ? ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണാനുണ്ട്. അതുപോലെയാണ് എൻ്റെ ചാനൽ ഞാൻ കൊണ്ടു നടക്കുന്നത്, അല്ലാതെ നിന്റെ ചാനൽ പോലെയൊന്നുമല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല വ്യൂസും ഇല്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ കളിയാക്കി അവിടുന്ന് പോകുന്നു. അങ്ങനെ ഈ വിഷമം കാരണം ഹീറോയിൻ വീണ്ടും ആ സ്റ്റേഷൻ മാസ്റ്ററെ കാണാനായിട്ട് വന്ന് അയാൾക്ക് കുറച്ചുകൂടി മദ്യം ഒഴിച്ചു കൊടുത്തിട്ട്, സാർ നിങ്ങൾ ഇന്നലെ പറഞ്ഞ കഥ കൊള്ളാമായിരുന്നു, പക്ഷേ അതിൽ അത്രയും പേടിക്കാനൊന്നുമില്ല, നല്ല രീതിയിൽ പേടിക്കുന്ന കുറച്ച് ഡാർക്കായിട്ടുള്ള നല്ലൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ വേറെ എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറയും, ഇപ്പോഴാണ് ഞാൻ നിന്റെ ചാനൽ തന്നെ കണ്ടത്, എന്തു പറ്റി മോളെ, നിനക്ക് മാത്രം വ്യൂസും ഇല്ല സബ്സ്ക്രൈബേഴ്സും ഇല്ല എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇത് കേട്ട ഹീറോയിന് നല്ല വിഷമമുണ്ട്. അവൾ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട്. പക്ഷെ അത് കാണിക്കാതിരിക്കാൻ വേണ്ടി കൈ വെച്ച് വേറെ എന്തൊക്കെയോ കോപ്രായങ്ങൾ ഈ കൊച്ചുകുട്ടികൾ കാണിക്കുന്ന പോലെയെല്ലാം കാണിച്ചിട്ട് ഇത് കണ്ട സ്റ്റേഷൻ മാസ്റ്റർ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും, ഓക്കെ ഞാൻ അടുത്തൊരു കഥ പറയാമെന്നും പറഞ്ഞ് മറ്റൊരു കഥ പറയാൻ തുടങ്ങാണ്. കുറെ നാളുകൾക്ക് മുന്നേ ഒരു സ്കൂൾ പെൺകുട്ടി എല്ലാ ദിവസവും ഇതുപോലെ ട്രെയിനിൽ സഞ്ചരിക്കും. പക്ഷെ അവൾക്ക് അവളുടെ സ്വന്തം മൂക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അത്ര ഭംഗിയില്ലാത്ത മൂക്കാണെന്ന് അവൾ തന്നെ സ്വയം വിചാരിക്കുകയാണ്. ഈ മോഡൽസിന്റെ ഫോട്ടോ എല്ലാം കണ്ട് അതുപോലെ തന്നെ ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഈ ട്രെയിൻ ബ്രേക്ക് അടിച്ച് നിൽക്കുന്നതും അവളും ബാക്കിയുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും നല്ലതുപോലെ പേടിക്കും. അപ്പോഴേക്കും ട്രെയിനിൽ നിന്ന് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്, ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു ടെക്നിക്കൽ ഇററാണ്, ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ തന്നെ ശരിയാക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ആ പെൺകുട്ടി അവിടെയെല്ലാം നോക്കുമ്പോൾ ഇവളുടെ സീറ്റിന് അറ്റത്തായിട്ട് ഒരു പെണ്ണ് മുഖത്ത് ഈ ഒരു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വന്നതുപോലെ തല മുഴുവനായിട്ട് ഇങ്ങനെ കെട്ടിവെച്ച് ഈ പെൺകുട്ടിയെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ നേരമായിട്ട് അവളെ തന്നെ നോക്കുന്നുണ്ട്. ഇത് കണ്ട ആ ഒരു പെൺകുട്ടിക്ക് എന്തോ പോലെ തോന്നിയിട്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ ഡോറിനടുത്തായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കാണ് അവളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അവൾക്ക് ഇഷ്ടമുള്ളൊരു സാറ് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ എന്തായാലും അവളുടെ സ്കൂളിലല്ല വർക്ക് ചെയ്യുന്നത്, വേറൊരു സ്കൂളിലാണ്. ഇവളെ കാണുന്നതും, ഹേയ് ഒരുപാട് നാളായാലും നിന്നെ കണ്ടിട്ട്, ഇപ്പൊ നല്ലതുപോലെ മാറിയിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ട ആ പെണ്ണിനെ നല്ല സന്തോഷമായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ആ സാറിന്റെ ഗേൾ ഫ്രണ്ട് പെട്ടെന്ന് അകത്തേക്ക് വന്ന്, ഹേയ് ഇതാരാ, നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കേട്ട ആ പെൺകുട്ടിക്ക് നല്ല ദേഷ്യം വരും. അവൾക്ക് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് ആരും അവളെ നോക്കുന്നില്ല എന്നുള്ള ആ ഒരു വിഷമത്തില്ലേ, അവളുടെ മൂക്കും അവളുടെ മുഖവും നല്ലതുപോലെ അല്ല എന്ന് പറഞ്ഞിട്ടാണ് അവളിപ്പോൾ വിഷമിക്കുന്നത്. എന്നിട്ട് അവൾ ആ ഒരു ട്രെയിനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. വേറെ ഒന്നല്ല, മറ്റൊരു ട്രെയിനിൽ കയറി പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എലവേറ്റർ വഴി അടുത്ത ഒരു സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ
അവിടെ ഒരു ട്രെയിൻ ഉണ്ട്. അങ്ങനെ ആ ഒരു ട്രെയിനിൽ കയറാൻ വേണ്ടി അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അവളുടെ അടുത്ത് നിന്നിട്ട് ആരോ ഒരാള് നിന്റെ മൂക്ക് നല്ല ഭംഗിയുണ്ട് എന്നിങ്ങനെ പറയും. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് നേരത്തെ ആ ട്രെയിനിനകത്ത് വെച്ച് മുഖം മുഴുവനായിട്ടും ഓപ്പറേഷൻ ചെയ്തതുപോലെ ഒരു പെണ്ണുണ്ടല്ലോ, അവളാണ് ആ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ഇത് കേട്ട ആ ഒരു പെൺകുട്ടി ഓക്കെ താങ്ക്സ് എന്ന് പറയുമ്പോൾ ആ ലേഡി വീണ്ടും വീണ്ടും നിന്റെ മൂക്ക് നല്ല ഭംഗിയുണ്ട്, നിന്റെ മൂക്ക് നല്ല ഭംഗിയുണ്ട്, നിന്റെ മൂക്ക് നല്ല ഭംഗിയുണ്ടെന്ന് റിപ്പീറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതും കൂടാതെ പേടിപ്പിക്കുന്ന രീതിയിൽ ഇതേ ഇതുപോലെ ചിരിക്കും. ഇതുകൂടി കണ്ട ആ ഒരു പെൺകുട്ടി ഈ സ്ത്രീയെ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു ജഗ്ഗുണ്ട്, അതിലാണെങ്കിൽ എന്തൊരു ലിക്വിഡ് ഉണ്ട്. ഇത് കാണുമ്പോൾ ആ പെൺകുട്ടിക്ക് അത്ര നല്ലതായിട്ട് തോന്നാതെ മറ്റൊരു വശത്തേക്ക് പോയി നിൽക്കാമെന്നും പറഞ്ഞ് ഒരു പയ്യന്റെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കാണ്. അപ്പോഴാണ് ആ ഒരു ലേഡി ഒരു തൂണിന്റെ പുറകിൽ നിന്നിട്ട് ഈ പെൺകുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതും കൂടാതെ ഇവള് ഓരോ തവണയും തിരിഞ്ഞു നോക്കി വീണ്ടും ആ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ ആ ലേഡി ഇപ്പോൾ അവളുടെ അടുത്തേക്ക് പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും അതുപോലെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവളല്ലാതെ ആ സ്റ്റേഷനിലുള്ള വേറെ ആരും ഈ സ്ത്രീയെ കാണുന്നില്ല. അത് കൺഫേം ചെയ്യാൻ വേണ്ടി അവൾ അവളുടെ ഫോൺ എടുത്ത് ആ സ്ത്രീയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ അവിടെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രേതമാണെന്ന് നമുക്ക് മനസ്സിലായി. അതും കൂടാതെ ആ ഒരു പ്രേതത്തിന്റെ കയ്യിലൊരു ജഗ്ഗിൽ എന്തോ ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നല്ലോ, അത് വേറെ ഒന്നുമല്ല ആസിഡാണ്. താഴെ വീഴുമ്പോൾ അതിൽ നിന്ന് പുക പോകുന്നുണ്ട്. ഇതുകൂടി കണ്ട ആ ഒരു പെൺകുട്ടി എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഓടാൻ തുടങ്ങും. ഓടി ഓടി ഈ റെയിൽവേ സ്റ്റേഷന്റെ ബാത്റൂമിനകത്തേക്ക് കയറിയിരുന്നിട്ട് പെട്ടെന്ന് പോലീസിനെ വിളിക്കും. എന്നിട്ട് ഇതുപോലെ സാർ ഇതുപോലെ ഞാൻ ഈ സ്റ്റേഷനിലാണ്, ഈ ബാത്റൂമിലാണെന്നെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കും ശരി ആളെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, അടയാളങ്ങളെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി മുഖമെല്ലാം കെട്ടിവെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ചുവന്ന കോട്ടെല്ലാം ഇട്ടിട്ട് ഒരാളാണ് എന്നെ ഫോളോ ചെയ്തതെന്ന് പറയുമ്പോൾ ഓ ആ സ്ത്രീയാണോ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് എന്ന് പോലീസുകാരൻ പറയുമ്പോഴത്തേക്കാണ് ഈ ഒരു പെൺകുട്ടി എന്ത് സാർ ഞാനൊരിക്കലും അതൊരു സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല, പക്ഷെ നിങ്ങളെങ്ങനെ അത് സ്ത്രീയാണെന്ന് ഉറപ്പിച്ച് പറയുമെന്ന് ചോദിക്കുന്നതും പെട്ടെന്ന് ആ ബാത്റൂമിന്റെ മുകളിലൂടെ ആ പെണ്ണിന്റെ കൈ ഇങ്ങനെ വരുന്നു ആസിഡും കൊണ്ട്. അതുപോലെ ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട് നിന്റെ മൂക്ക് നല്ല ഭംഗിയുണ്ട്, നിന്റെ മൂക്ക് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഈ ആസിഡ് എടുത്ത് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ഇപ്പൊ ആ പ്രേതത്തിനെ കാണിക്കുമ്പോൾ അവളുടെ മുഖത്തും മൂക്കില്ല. അങ്ങനെ ഇതോടെ രണ്ടാമത്തെ ആ ഒരു കഥ സ്റ്റേഷൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ ആ ഒരു അമാനുഷ്യമായിട്ടുള്ള സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടേക്ക് ചെന്ന് ഒരു പ്രൊമോ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി കോസ്റ്റ്യൂം എല്ലാം മാറ്റി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അവളുടെ മാനേജറിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയും ഓക്കെ നീ നല്ലതുപോലെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, എന്നിരുന്നാലും ഇത് പോരാ, കുറച്ചുകൂടി നല്ല രീതിയിൽ മാറണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഫുട്ടേജിനെ നോക്കുമ്പോൾ അവിടെയാണ് അയാൾ ഒരു കാര്യം കാണുന്നത്. ഈ സ്റ്റേഷനിൽ തന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, അതിനകത്തൊരു മനുഷ്യന്റെ രൂപം ആ മാനേജർ കണ്ടിട്ട് ഏയ് ദേ ഈ കാര്യം നീ ശ്രദ്ധിച്ചോ, ഇതെന്തായാലും സാധ്യമായിട്ടുള്ള കാര്യമില്ല, അതൊരു പ്രേതം തന്നെ ആയിരിക്കണം, അതുകൊണ്ട് ഇതിനെ പറ്റിയുള്ള കഥ നീ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഹീറോയിൻ അടുത്തായിട്ട് വീണ്ടും സ്റ്റേഷൻ മാസ്റ്ററെ കാണാനായിട്ട് പോവാണ്. എന്നിട്ട് ഈ ഫുട്ടേജ് കാണിച്ചിട്ട് ഇതിന്റെ കഥ എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറയുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറയും ഏയ് അതൊക്കെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു തന്ന 2 കഥയും നിന്റെ യൂട്യൂബ് ചാനൽ ഇട്ടതുകൊണ്ട് തന്നെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും നല്ലതുപോലെ കയറിയിട്ടുണ്ടല്ലോ, അതെന്തായാലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾക്ക് ഇതിരി മദ്യം ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അയാൾ ആ ഒരു സ്റ്റോറി പറയാൻ തുടങ്ങാണ്. കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു സ്റ്റേഷനിൽ ഒരു പിച്ചക്കാരൻ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഈ ഒരു സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം കഴിക്കാമെന്ന് വിചാരിച്ച അയാളുടെ പോക്കറ്റിലേക്ക് കയറ്റി നോക്കുമ്പോൾ ഒരു ചെറിയ സാൻഡ്വിച്ച് വാങ്ങാൻ പോലും അയാളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എന്തെങ്കിലും കഴിച്ചില്ലേ മതിയാവും. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് അവിടുത്തെ സാധനങ്ങളുടെ വിലയെല്ലാം ഇങ്ങനെ നോക്കും. അപ്പോൾ അതിനകത്തുള്ള ഒരു പെണ്ണ് ഹലോ നിങ്ങളൊന്നും വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലൊന്നും തുടരുത് എന്ന് പറഞ്ഞിട്ട് അവൾ വേറെ ആരോട് സംസാരിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല ആ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ ആദ്യത്തെ കഥയുണ്ടല്ലോ, ഒരു പയ്യൻ കുടിച്ച് ട്രെയിനിൽ പോണ ആ ഒരു കഥ, അവനോടാണ് ആ ഒരു സ്ത്രീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പിച്ചക്കാരൻ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പൈസ ഇട്ട് കഴിഞ്ഞാൽ കൂൾ ഡ്രിങ്ക്സ് വരുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ അതിനടുത്തേക്ക് വന്നിട്ട് ആ ബോക്സിനകത്ത് കോയിൻ ഇടുമ്പോഴത്തേക്കാണ് കൂൾ ഡ്രിങ്ക്സ് വരുന്നത്. അവിടെ താഴെ ഏതെങ്കിലും കോയിൻസ് വീണ് കിടപ്പുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അയാളിങ്ങനെ നോക്കുമ്പോൾ അയാൾക്ക് 2 കോയിനും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ചുവന്ന കളറിലുള്ള കോയിനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് കോയിനാണ്, ഇതുപോലൊരു കോയിൻ ഇതിനു മുന്നേ അയാൾ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ കിട്ടിയ ആ 2 കോയിനും അതേപോലെ തന്നെ ആ ഒരു ചുവന്ന കോയിനും എടുത്ത് ബാത്റൂമിലേക്ക് പോയി കൈയും കാലെല്ലാം കഴുകിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അതിനകത്തേക്ക് ഒരു റൗഡി കയറി വരുന്നത്. ഈ പിച്ചക്കാരനെയും കാട്ടി പിച്ചക്കാരനായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അല്ല അതുപോലെയുള്ള സ്വഭാവമാണ്, വേറൊന്നല്ല. അവനകത്തേക്ക് വന്നിട്ട് ഹേയ് നീ അവിടെ എന്താ ചെയ്യുന്നേ, ഓക്കെ ഇങ്ങ് വാ, നിന്റെ കയ്യിൽ പണം വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള ആ ഒരു പണം ഉണ്ടല്ലോ അത് മൊത്തം പോക്കറ്റിൽ നിന്ന് അങ്ങ് എടുക്കും. അങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ ചുവന്ന കോയിൻ കാണുന്നത്. ഇത് കണ്ട ആ റൗഡി പറയും ഈ കോയിൻ എന്തിനാ ഞാൻ വെച്ചിട്ട്, ഒരാവശ്യമില്ല, നീ തന്നെ വെച്ചു എന്ന് പറഞ്ഞിട്ട് അത് അയാളുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദേഷ്യവും വിഷമവും എല്ലാം കാരണം ആ പിച്ചക്കാരൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ ഒരു മെഷീൻ ഉണ്ട്. അതിനടുത്ത് ആരും ഒരാളിങ്ങനെ നിൽക്കുന്നു കോട്ട് സ്യൂട്ടെല്ലാം ഇട്ടിട്ട്.
അങ്ങനെ അത് കാണുന്നതും ഇയാൾക്ക് നല്ലതുപോലെ തന്നെ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലുള്ള ആ ചുവന്ന കളറുള്ള കോയിൻ ഉണ്ടല്ലോ, അതെടുത്ത് ഈ മെഷീനിലിടാം, എന്തെങ്കിലും വരുമോ ഇല്ലേ നോക്കാന്ന് പറഞ്ഞിട്ട് നേരെ ആ ഒരു മെഷീനിലേക്ക് കൊണ്ടിടുമ്പോൾ മെഷീൻ്റെ അകത്ത് നിന്നും ഒരു ഡ്രിങ്ക് താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ആ ഒരു കൂൾ ഡ്രിങ്ക്സ് എടുത്ത് അത് ഓപ്പൺ ചെയ്ത് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല. തനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് ആ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒരാൾ കോട്ടിൻ സ്യൂട്ടെല്ലാം നടന്നു പോയല്ലോ. അയാളിപ്പോൾ അവിടെ കാണാനില്ല. പക്ഷെ അയാളുടെ കോട്ടിൻ സ്യൂട്ടും അതവിടെ താഴെ കിടപ്പുണ്ട്. അങ്ങനെ ഇത് കണ്ട ആ ഒരു പിച്ചക്കാരൻ നേരെ അവിടേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല. അയാളുടെ കോട്ടിൻ സ്യൂട്ട് ഇത് മാത്രമേ കാണുന്നുള്ളൂ. അതും കൂടാതെ ഇയാൾക്കൊരു റെഡ് കളർ കോയിൻ കിട്ടിയിരുന്നല്ലോ. അതുപോലെ തന്നെ ആ ഒരു കോട്ടിനടുത്ത് 2 റെഡ് കളർ കോയിൻ ഉണ്ട്. അങ്ങനെ ഇത് കണ്ട അയാൾ ആ ഒരു കോയിനും അതേപോലെ തന്നെ കോട്ടിൻ സ്യൂട്ടും എടുത്ത് ബാത്റൂമിലേക്ക് ചെന്നിട്ട് അയാളുടെ പേഴ്സിനുള്ളിൽ എന്തെങ്കിലും പണം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കുറച്ച് പണം ഇരിപ്പുണ്ട്. അങ്ങനെ ആ പണവും എടുത്ത് അതേപോലെ തന്നെ ആ ഒരു കോട്ടിൻ സ്യൂട്ടെല്ലാം ഇട്ട് നേരെ വെളിയിലേക്ക് പോയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറി നല്ലതുപോലെ തന്നെ ഫുഡ് കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കാണ് ദാഹം എടുക്കുന്നു. കുടിക്കാൻ വെള്ളം ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ പണവും ഇല്ല. അതുകൊണ്ട് അയാൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ അയാളുടെ കയ്യിൽ ആ റെഡ് കളർ കോയിൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആ ഒരു മെഷീനിലേക്ക് ഇട്ട് ഇതുപോലെ ഡ്രിങ്ക് എടുത്ത് കുടിക്കാമെന്ന് പറഞ്ഞ് അയാൾ ആ ഒരു മെഷീൻ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു കോയിൻ ഇട്ട് ജ്യൂസ് എടുത്ത് കുടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നേരത്തെ വന്ന ആ ഒരു റൗഡി അവിടെ വന്ന് നിൽക്കാണ്. ഓ പോയി, എനിക്ക് വീണ്ടും ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് ഈ ഒരു പിച്ചക്കാരൻ നിൽക്കുമ്പോൾ, ഹേയ് നീ എന്താ അവിടെ കോട്ടി സ്യൂട്ടെല്ലാം ഇട്ടിട്ട് ഇതെവിടെ നിന്ന് കിട്ടി? അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ഇവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതും ഇവൻ ആൾറെഡി തന്നെ ആ ഒരു ചുവന്ന കോയിൻ ഈ മെഷീനകത്തേക്ക് ഇട്ടിരുന്നു. പെട്ടെന്ന് ആ ഒരു ഡ്രിങ്ക് താഴേക്ക് വന്ന് വീഴുന്നതും അടുത്തേക്ക് നടന്നു വന്ന ആ ഒരു റൗഡിയെ അവിടെ കാണാനില്ല. പകരം അയാൾ ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സും പാൻറ്റും മാത്രം. കാരണം ഈ ഒരു കോയിൻ ഇട്ടപ്പോൾ എന്തോ ഒരു കാര്യം സംഭവിച്ച് അയാൾ അവിടെ നിന്ന് കാണണ്ടായി. ഇവൻ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ആ റൗഡി ഉണ്ടല്ലോ, അയാൾ ഈ ഒരു മെഷീനകത്താണ് പെട്ടുപോയത്. അയാൾ ആ ഒരു മെഷീനകത്ത് കിടന്ന് അലറി വിളിക്കുന്നു, പ്ലീസ് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ട ആ ഒരു പിച്ചക്കാരൻ പേടിച്ച് താഴേക്ക് ഒന്ന് വീഴുന്നതും ആ മെഷീനകത്ത് കുടുങ്ങിയ അയാളുണ്ടല്ലോ, അയാളെ പെട്ടെന്ന് ജ്യൂസ് അടിക്കുന്നത് പോലെ അയാളുടെ ശരീരം മുഴുവൻ അരച്ച് ആ റൗഡി അതിനകത്ത് വെച്ച് തന്നെ മരിക്കുകയാണ്. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഇയാളെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ റൗഡിയുടെ ഡ്രസ്സ് കിടക്കുന്ന അതേ സ്ഥലത്ത് ഒരു 3 ചുവന്ന കോയിനും കൂടി വീണിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെഷീന് എന്തോ ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കി ആ കോയിനും എടുത്ത് അതേപോലെ തന്നെ അയാളുടെ പേഴ്സിൽ നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ഇതുകൂടി കാണുന്നതും അയാൾക്ക് നല്ല സന്തോഷം. നോക്കിക്കോ, ഇത് വെച്ച് ഞാൻ ഒരുപാട് പണം ഉണ്ടാക്കുമെന്നും പറഞ്ഞ് ഈ കോയിൻ എടുത്ത് വീണ്ടും ആ മെഷീനിലേക്ക് ഇടുന്നു. ഓരോ കൂൾ ഡ്രിങ്ക് താഴെ വീഴുന്നതും അതിലേ നടന്നു പോകുന്ന ഓരോ ആൾക്കാരായിട്ട് ഈ മെഷീനകത്തേക്ക് പോവാണ്. എന്നിട്ട് അവരെല്ലാവരും ആ റൗഡി എങ്ങനെയാണോ മരിച്ചത് അതുപോലെ തന്നെ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ പിച്ചക്കാരനാണെങ്കിലോ അവരെല്ലാവരും മരിച്ചതിന് ശേഷം അവരുടെ പേഴ്സിൽ നിന്നും പണം എടുത്ത് അത് വെച്ച് ഇവൻ ഒരുപാട് പണം ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ ഒരുപാട് പേരെ ഇതുപോലെ തന്നെ കൊല്ലുന്നുണ്ട്. ഓരോരുത്തരും മരിക്കുമ്പോൾ ഇതുപോലെ റെഡ് കോയിൻ വീഴുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അവരുടെ പണവും കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ കാര്യം നിർത്താതെ ചെയ്ത് അവസാനം ആ ഒരു പിച്ചക്കാരൻ ഇപ്പോൾ നല്ല രീതിയിൽ മാറി ക്ലീൻ ഷേവ് എല്ലാം ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ അവൻ മറ്റുള്ളവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്നല്ലേ, ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരുത്തൻ അവരുടെ ദേഹത്തേക്ക് വന്ന് ഇടിച്ചു. അത് കാരണം നിന്നെ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ ഒരു കോയിനുള്ളിലേക്കിട്ട് അയാൾ അവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൻ ആ ഒരു കോയിൻ എടുത്ത് മെഷീനിലേക്ക് ഇട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ ഇവനെ പോലെ തന്നെ ഒരാളിങ്ങനെ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഇവൻ ആ ഒരു പിച്ചക്കാരനായിട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ എങ്ങനെയുണ്ടായിരുന്നു അതേപോലെ അവിടെ നിന്നിട്ട് ആ ഒരു ചുവന്ന കോയിൻ വെച്ച് ഈ മെഷീനിലേക്ക് ഇടാൻ പോവാണ്. ഇത് കണ്ട് ഇവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഹേയ് അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് ഇങ്ങനെ പറയുന്നതും അതിനു മുന്നേ തന്നെ അവൻ ആ ഒരു കോയിൻ ഇടുമ്പോഴത്തേക്കും ഇവന്റെ ശരീരം പെട്ടെന്ന് ആ ഒരു മെഷീനുള്ളിലേക്ക് പോകുന്നു. എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും എങ്ങനെയാണോ മരണപ്പെട്ടത് അതുപോലെ തന്നെ ഇവൻ വീണ്ടും മരണപ്പെടുകയാണ്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നതല്ലേ, ഈ പിച്ചക്കാരൻ തന്നെ വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ് ആയിട്ട് ഒരു ടൈം ലൂപ്പ് പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ കൊന്നു അവസാനം അവൻ തന്നെ അവനെ കൊന്ന് വീണ്ടും ഈ ഒരു ലൂപ്പിനകത്ത് പെട്ടുവും അവൻ ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. അങ്ങനെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം സ്റ്റേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ആരുടേതുപോലും അറിയത്തില്ല ഒരുപാട് പേരുടെ വസ്ത്രങ്ങൾ കിടക്കാൻ തുടങ്ങി. കാരണം വേറെ ഒന്നുമല്ല, ഓരോരുത്തരായിട്ട് ഇങ്ങനെ മറഞ്ഞുപോയി അവരുടെ തുണി മാത്രമാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഹീറോയിനെ വിളിക്കുമ്പോൾ അവളാണെങ്കിൽ നല്ലതുപോലെ മദ്യപിച്ചത് കൊണ്ട് തന്നെ നല്ല ഉറക്കം. അതുകൊണ്ട് അവളെ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് ആ സ്റ്റേഷൻ മാസ്റ്റർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അവളുടെ ചീഫും ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് നല്ലതുപോലെ ഫുഡ് കഴിക്കുന്നു. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഹീറോയിൻ ഈ ഒരു സ്റ്റോറികളെല്ലാം ഇട്ടിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സായി, അതേപോലെ തന്നെ വ്യൂസും നല്ലതുപോലെ തന്നെ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവളുടെ മാനേജർ അവളോട് പറയും, ഇത് മാത്രമല്ല മറ്റൊരു സന്തോഷം കൂടിയുണ്ട്, ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് നിന്നോട് പറയണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം പറയുമ്പോൾ ഹീറോയിന് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവൾ കണ്ണുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം വെറും സ്വപ്നമായിരുന്നു. അവൾ ഇപ്പോഴും ഓഫീസിൽ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മാനേജരും അതേപോലെ തന്നെ ജിയോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ,
ഇവർ രണ്ടുപേരും നല്ലതുപോലെ ചിരിച്ചു കളിച്ചിങ്ങനെ സംസാരിക്കുന്നു. ആ പെണ്ണിനെ ആണെങ്കിലോ നമ്മുടെ ഹീറോയിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ സ്റ്റേഷൻ മാസ്റ്റർ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യവും ഈ മാസ്റ്ററോട് പറയാണ്. ജിയോൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത്, ദേ ഇത് നോക്ക്, നിനക്ക് അവളോട് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം നീ അവളുടെ ഉള്ളിൽ നിന്നെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. എല്ലാ മനുഷ്യരും എന്താണെന്നറിയോ, മറ്റുള്ളവരെ പോലെ മാറാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഒരിക്കലും അവരുടെ സൗന്ദര്യവും അവരുടെ സന്തോഷം അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നല്ലതുപോലെ ജീവിക്കും. അത് തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നത്. നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ട് അവൾക്കൊരു കോഫി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ മുഴുവനും നല്ല ഇരുട്ടുണ്ട്. ഒരൊറ്റ ആളെ പോലും കാണാനില്ല. എല്ലാവരും എവിടെ പോയെന്ന് പറഞ്ഞ് പേടിച്ച് അവളങ്ങനെ നടക്കുമ്പോഴത്തേക്ക് അവളുടെ പിറകിൽ ആരോ നിൽക്കുന്നത് പോലെ. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓഫീസിലെ ലൈറ്റ് എല്ലാം വരുന്നു. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്തോ സെലിബ്രേറ്റ് ചെയ്യാണ്. വേറെ ഒന്നല്ല, ഹീറോയിൻ ഇട്ട ആ ഒരു വീഡിയോസും അതേപോലെ തന്നെ ആ സ്റ്റോറി എല്ലാം കേട്ടിട്ട് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും കൂടി ഒരുപാട് വ്യൂസും വന്നു. ഇപ്പൊ തന്നെ അവളുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണെന്ന് വെച്ചാൽ 1 million ആയി. അതിന്റെ സന്തോഷമാണ് അവരെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ കേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു മാനേജർ. എന്നിട്ട് അവളോട് കൺഗ്രാറ്റുലേഷൻസ് എല്ലാം പറയുമ്പോഴത്തേക്കും ജിയോൺ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് മാത്രം കുറച്ച് മാറി നിന്ന് ഇതെല്ലാം നല്ല ദേഷ്യത്തിലേക്ക് നോക്കുന്നുണ്ട്. കാരണം അവളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ദേഷ്യം അവൾക്ക് നല്ലതുപോലെ തന്നെയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ അവൾ വിചാരിച്ചതുപോലെ തന്നെ വലിയൊരു യൂട്യൂബറായിട്ട് മാറി. അങ്ങനെ ആ സന്തോഷത്തിലെ അവളുടെ വീഡിയോയുടെ താഴെയുള്ള ആ ഒരു കമന്റ് എല്ലാം വായിച്ചു നോക്കുമ്പോൾ അതിലൊരു കമന്റ് മാത്രം അവൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇനി ഒരിക്കലും ആ ഒരു സ്റ്റേഷന്റെ അടുത്തേക്ക് നീ പോകരുത്. അതും കൂടാതെ നീ ഇട്ടേക്കുന്ന ഈ വീഡിയോസ് എല്ലാം നീ ഡിലീറ്റ് ചെയ്ത് നിന്റെ ചാനൽ നീ ഡിലീറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് നീ കേട്ടേ മതിയാവുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട ഹീറോയിൻ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെണ്ണിന് റിപ്ലൈ കൊടുക്കുകയാണ്, ഇതുപോലെ ഈ ഒരു കോഫി ഷോപ്പിലേക്ക് എന്നെ കാണാനായിട്ട് വാ, എന്തുകൊണ്ടാണ് നീ പറയുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് റിപ്ലൈ കൊടുക്കുന്നതും. ഇപ്പോൾ അത് കഴിഞ്ഞ് ഹീറോയിൻ ആ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി ഈ കോഫി ഷോപ്പിലേക്ക് ചെല്ലാണ്. അപ്പോഴേക്കാണ് അവിടേക്ക് മറ്റൊരു പെണ്ണിങ്ങനെ വരുന്നു. അതുപോലെ അവൾ വരുന്നതിന് മുന്നേ തന്നെ അവൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നല്ലതുപോലെ ചുറ്റിനും നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ ചോദിക്കുന്നത്, അല്ല എന്തുകൊണ്ടാണ് നീ അങ്ങനെ ഒരു കമന്റ് ഇട്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാനും നിന്നെ പോലെ തന്നെ ഫേമസ് ആവാൻ വേണ്ടി ഇതുപോലെ ആ ഒരു സ്റ്റേഷനിൽ പോയിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പരിണിത ഫലമായിട്ട് എനിക്ക് സംഭവിച്ചത് എന്താണെന്നറിയോ, അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാവുന്ന അവസ്ഥയായിരുന്നു. അതിനുശേഷം ഞാൻ ആ ഒരു ചാനലും വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. അതുപോലെ നിനക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ഹീറോയിൻ അത് പെട്ടെന്ന് വിശ്വസിക്കില്ല. കാരണം ഇത്രയും വലിയ രീതിയിൽ ഫേമസ് ആയിട്ട് അവൾക്കത് പെട്ടെന്ന് ഉപേക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു പെണ്ണെന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ കണ്ണെടുത്ത് മാറിയിട്ട്, ദേ ഇത് കണ്ടോ, ഞാൻ അതുപോലെ തന്നെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. ഇതുപോലെ ഒരിക്കലും നിനക്ക് സംഭവിക്കരുത്. അതുകൊണ്ട് ഒരിക്കലും ഇനി അങ്ങോട്ട് പോയത് ഈ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് നിന്റെ ചാനലും എടുത്ത് കളയണം. കാരണം എന്താണെന്നറിയോ, ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ അവിടെ ഒരു വലിയ ചർച്ച ആയിരുന്നു. അവിടെ ഒരുപാട് കൾട്ട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു ചർച്ചിനുള്ളിൽ ചെയ്ത് അവരെല്ലാവരും മരണപ്പെട്ടതിന് ശേഷമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അതിന് മുകളിൽ കെട്ടുന്നത്. അതിനുശേഷമാണ് ആ ഒരു സ്റ്റേഷനിൽ അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഒരിക്കലും നീ ആ ഒരു സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോകരുത്. ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യ്, ചാനലും എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ്റെ പുറകില് ഇതുപോലൊരു രൂപം അവളിങ്ങനെ നോക്കി നിൽക്കുന്നു. പക്ഷെ ഹീറോയിൻ അത് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആ പെണ്ണ് അവിടെ നിന്ന് പോയതിനു ശേഷം ഇത് കഴിഞ്ഞ് ഹീറോയിനൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവൾ ഈ ഒരു സ്റ്റേഷനെ പറ്റിയും അതിനു മുന്നേ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചർച്ച് ഉണ്ടല്ലോ അതിനെ പറ്റിയെല്ലാം ഫോണിൽ ഇങ്ങനെ നോക്കും. ആ ചർച്ചിനെ പറ്റിയും അതേപോലെ തന്നെ അതിന്റെ ബേസ്മെന്റിൽ നടന്ന ആ ഒരു ചടങ്ങിനെ പറ്റിയും അവളിങ്ങനെ വായിക്കുമ്പോഴത്തേക്കാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ആ ചർച്ചിന്റെ ബേസ്മെന്റിൽ ഒരു കൾട്ട് ഗ്രൂപ്പ് ഭയങ്കരമായിട്ടുള്ളൊരു ചടങ്ങ് ചെയ്തിട്ടുണ്ട്. ആ ചടങ്ങ് ചെയ്ത് ആ ഒരു ചർച്ചിലുള്ള എല്ലാ ആളുകളും അതേപോലെ തന്നെ ആ ഗ്രാമത്തിലുള്ള ഒരുപാട് ആളുകളും സ്വയം ബലി കൊടുക്കുന്നത് പോലെ എല്ലാവരും മരണപ്പെടുമല്ലോ, അതുപോലെ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും അതേപോലെ മരിച്ചതിന് ശേഷം ഈ ഒരു റെയിൽവേ ട്രാക്ക് അതിന് മുകളിൽ ഇട്ടതിന് ശേഷമാണ് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയും മനസ്സിലാക്കി. എന്നിരുന്നാലും അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ചാനൽ ഇത്രയും വളർത്തിയെടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ അവൾക്ക് അത് ഡിലീറ്റ് ചെയ്യാനോ ആ ചാനൽ കളയാനോ തോന്നുന്നില്ല. അവൾ ഒരിക്കലും അതുപോലെ ചെയ്യത്തില്ല. അങ്ങനെ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് അടുത്ത റൂമിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മാനേജരും അതേപോലെ തന്നെ ജിയോൺ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണും ഇവർ രണ്ടുപേരും കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ് അവൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്തതുപോലെ അവൾ അവിടെ നിന്ന് മാറി. നല്ല ദേഷ്യമുണ്ട്. അവൾ എന്തായാലും ആ മാനേജറിനെ നല്ലതുപോലെ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഇനി എന്തായാലും അവനെ വേണ്ടാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഹീറോയിൻ ജോലിക്ക് വരുമ്പോൾ ആ ഒരു മാനേജർ ഇപ്പോൾ ഹീറോയിനെ കണ്ടിട്ട് അവളെ വിളിക്കുമ്പോൾ അവളാണെങ്കിലും മൈൻഡ് ചെയ്താൽ നടന്നു പോകും. അപ്പോൾ മാനേജർ, ഹേയ് എന്തു പറ്റി, മിണ്ടാതെ പോകുന്ന എന്താ? അല്ല നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടേ? അല്ല കുറേ നാളായിട്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, നമുക്കൊരു ഡിന്നറിന് പോകാനായിട്ട്. നീയാണെങ്കിലും നല്ല ബിസി ആയിപ്പോയി, ഇന്ന് എന്നോടൊപ്പം വരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ചോദിക്കും, അല്ല ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു, ഓഫീസിൽ വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ
അവൻ പറയില്ല, ഞാൻ ഇന്നലെ ഓഫീസിലേ വന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതുവൻ പറയുന്നത് സത്യമാണോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ സത്യം പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് കേട്ട ഹീറോയും മനസ്സിൽ ഓ ഒരേ സമയം രണ്ടുപേരെ, സോറി എനിക്ക് നിങ്ങളോട് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് ഹീറോയും വീണ്ടും വരുന്നത് ആ ഒരു സ്റ്റേഷൻ മാസ്റ്ററെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു സ്റ്റോറി കൂടി എനിക്ക് വേണ്ടി പറയുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറയും, സോറി ഇനി എൻ്റെ കയ്യിൽ ഒരു കഥയും ഇല്ല, എനിക്കറിയാവുന്ന എല്ലാ കാര്യവും നിന്നോട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇനി നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ഒരേ ഒരു സ്റ്റോറി, ഒരു ഒറ്റ സ്റ്റോറി മാത്രം, അതുകൂടി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്റർ പറയും, എന്താ മോളെ നിനക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സായി, അതേപോലെ തന്നെ നല്ല വ്യൂസും കിട്ടുന്നുണ്ട്, പണവും കിട്ടുന്നുണ്ട്, ഇനിയും നിനക്ക് ഇതുപോലെ സ്റ്റോറി വേണമെന്ന് ചോദിക്കുമ്പോൾ അതെ സാർ എനിക്കിതൊന്നും പോരാ, ഇനിയും ഒരുപാട് വ്യൂസ് കയറണം, നല്ല സബ്സ്ക്രൈബേഴ്സ് കയറണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ആ ഒരു സ്റ്റോറിയെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മാസ്റ്ററിന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു. അപ്പോൾ ഇത് കണ്ട ഹീറോയും പറയും, സാർ ഇനി നിങ്ങൾ 1-2 മാസം കൂടി വന്നാലും ജീവിക്കും, അല്ലെങ്കിൽ കുറച്ച് വർഷം, അത് കഴിഞ്ഞ് നിങ്ങൾ എന്തായാലും മരിക്കാൻ പോവാണ്, അതിനു മുന്നേ എനിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്റ്റോറി അത് മാത്രം എനിക്ക് പറഞ്ഞു തന്നൂടെ എന്ന് ചോദിക്കുന്നതും ഇപ്പോൾ അയാള് ചിരിച്ചുകൊണ്ട് ഹീറോയിനോട് പറയും, ശരി പറഞ്ഞുതരാം, നിന്നെ പോലെ തന്നെ ഒരു പെണ്ണുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി മറ്റുള്ളവരെല്ലാം തന്നെ പറ്റി പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പെണ്ണ്, അതാരാണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് അത് ആരാണെന്ന് പറയുമ്പോഴത്തേക്കാണ് ജി യോങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ഇഷ്ടമല്ലാത്ത അവളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളെ പറ്റിയാണ് ഈ പറയുന്നത്. ഇപ്പോൾ ജി യോങ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൾ ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ലൈവായിട്ട് അവൾ പോകുന്ന ലൊക്കേഷൻ, ഈ കാര്യങ്ങൾ ഇതെല്ലാം വീഡിയോ എടുത്ത് ഇടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും അവൾക്ക് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയുള്ള ഹാൻഡിൽ പിടിക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ എന്തോ ഒരു ജെല്ലി പോലെ എന്തോ ഒരു കാര്യം പറ്റുന്നത്. പക്ഷെ അപ്പോൾ അവളത് കാര്യമൊക്കെ അത് തുടച്ചു കളഞ്ഞ് അത് കഴിഞ്ഞ് അവൾ ഓഫീസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇതുപോലെ ഫസ്റ്റ് സ്റ്റോറി അയാളുടെ കയ്യിൽ നിന്ന് കേട്ട് ഓഫീസിൽ വന്ന് ആ മാനേജറിനോട് പറയുമല്ലോ, അത് പറയാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഇവൾ അവിടേക്ക് വന്ന് ഹീറോയിനെ കളിയാക്കുന്നത്. അങ്ങനെ കളിയാക്കുമ്പോൾ ആ മാനേജർ അവളോട് പറയുന്നുണ്ട്, ഹേയ് അവളിങ്ങനെ ഡീമോട്ടീവ് ചെയ്യാതെ, അവൾ നിന്നെപ്പോലെ തന്നെ ഒരു ദിവസം നല്ല രീതിയിൽ മാറും എന്നുള്ള രീതിയിൽ ജി യോങ്ങിനോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, ഓക്കെ ഞാൻ ഇനി എന്തായാലും അങ്ങനെ പറയുന്നില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു. ഇത് കണ്ട മാനേജർ ആ കാര്യം അവളോട് പറയുമ്പോൾ അവൾ ഓടി ബാത്റൂമിനകത്തേക്ക് പോവാണ്. എന്നിട്ട് അവളുടെ കൈ കഴുകി കയ്യിൽ നോക്കുമ്പോഴത്തേക്കാണ് റെഡ് കളറിൽ ഒരു 3 ഡോട്ട് ഉണ്ട്. ഇത് കാണുമ്പോൾ അയ്യോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കും. അവളൊരു ഡോക്ടറിനെ കണ്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയും, ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അസുഖമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ടതുകൊണ്ടായിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കാണ് അവൾ ആ ഒരു വഴുവഴുപ്പുള്ള സാധനത്തിൽ തൊട്ടല്ലോ, അത് കാരണം അതിലെന്തെങ്കിലും വൈറസ് ഉണ്ടാവും, അത് കാരണമായിരിക്കും എൻ്റെ കൈ ഇങ്ങനെ ആയത്, എനിക്കിതെങ്കിലും സംഭവിക്കുക ഡോക്ടർ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, പേടിക്കാനൊന്നുമില്ല, ദേ ഈ ഒരു ക്രീം നീ കയ്യിൽ തേച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതങ്ങ് മാറിക്കോളൂന്ന് പറഞ്ഞ് ഒരു ക്രീം അവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ ട്രെയിൻ കയറി വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ആ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ഹീറോയിനെ കാണുന്നത്. ഹീറോയിനെ കാണുമ്പോൾ തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, ഹേയ് നീ എന്താ ഇവിടെ? ഇല്ല ഞാൻ രണ്ടാമത്തെ സ്റ്റോറി അന്വേഷിച്ച് വന്നതാണ്. എന്ത് കഥ എഴുതാനോ? സത്യം പറയും, നീ എന്നെ ഫോളോ ചെയ്ത് വന്നതല്ലേ? അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ലില്ല ഞാൻ അതുകൊണ്ടൊന്നല്ല വന്നതെന്ന് പറയുമ്പോൾ, ഹേയ് പേടിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ അവളുടെ മുഖത്തേക്ക് നോക്കി പേടിച്ചിങ്ങനെ നിൽക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ജി യോങ്, ഹേയ് എന്താ നീ ഇങ്ങനെ നോക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ജി യോങ്ങിന്റെ മൂക്കിൽ നിന്ന് നല്ലതുപോലെ രക്തം വെളിയിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് അവൾ പെട്ടെന്ന് പേടിച്ച് ബാത്റൂമിലേക്ക് ചെന്നിട്ട് അവളുടെ കൈ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് കുഴി പോലെ ഒരുപാട് മുറിവുകളൊക്കെ അവളുടെ കയ്യിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് കണ്ട് പേടിച്ച് അവൾ കണ്ണുറക്കുമ്പോൾ അവളിപ്പോൾ വീട്ടിലാണുള്ളത്. അതുപോലെ അവളുടെ കൈക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ കണ്ടതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു 3 ഡോട്ടുകൾ ഉണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ സീൻ എപ്പോഴാണ് നടക്കുന്നതെന്നറിയോ? നമ്മുടെ ഹീറോയിൻ ഇതുപോലെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എല്ലാവരും സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ആ ഒരു കേക്ക് മുറിക്കുമ്പോൾ ഇവൾ മാത്രം കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ മാറി നിൽക്കുമല്ലോ, അപ്പോഴും നടക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് അവൾ നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് നല്ലതുപോലെ ഛർദ്ദിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനു മുന്നേ അവൾ എങ്ങനെയായിരുന്നു, നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഹീറോയിൻ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് അത്ര സന്തോഷമായിട്ട് തോന്നില്ല, വ്ളോഗൊന്നും അങ്ങനെ അധികം ചെയ്യുന്നില്ല. അങ്ങനെ ട്രെയിനിന്റെ ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവളുടെ കൈ നോക്കുമ്പോൾ അവൾ ആ ഒരു സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ അവളുടെ കൈ ഇങ്ങനെ മാറുന്നുണ്ട്. ഇത് കണ്ട് അവൾ നല്ലതുപോലെ പേടിച്ച് അവളുടെ മൂക്കിൽ നിന്ന് രക്തവും വരുന്നു. ഇതുകൂടിയാവുന്നതും അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ട്രെയിൻ നിർത്തുമ്പോൾ അവൾ അവിടെ നിന്ന് ഓടി ബാത്റൂമിനകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ കാര്യം അവളുടെ ശരീരം മുഴുവനായിട്ട് ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. അതുമല്ല അവളുടെ ശരീരം മുഴുവനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോളുകളായിരുന്നല്ലോ, അതിനുള്ളിലൂടെ ചെറിയ ചെടികൾ മുളച്ചിങ്ങനെ വരുന്നു, അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും. ഇത് കാരണം അവൾക്ക് നല്ല വേദനയുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. അവൾ അലറി വിളിക്കുന്നതും കുറച്ചു കഴിഞ്ഞ് അവളെ കാണിക്കുമ്പോൾ അവളുടെ ശരീരം മുഴുവൻ ചെടികളും പൂക്കളും എല്ലാം ഇങ്ങനെ വിരിഞ്ഞു വരികയാണ്. എന്തായാലും ജി യോങ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് അവിടെ വെച്ച് മരിച്ചു. അങ്ങനെ മൂന്നാമത്തെ ഈ കഥ പറയുന്നതും ഇത് കേട്ട ഹീറോയിൻ ഇതോടെ നിർത്തിയിട്ട് വീട്ടിൽ പോകേണ്ടതാണ്. പക്ഷേ അവൾ ഒരിക്കലും അത് നിർത്തത്തില്ല. അവളിപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്കും,
സാർ, ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കെട്ടുന്നതിന് മുന്നേ ഇവിടെ വലിയൊരു ചർച്ച ഉണ്ടായിരുന്നല്ലോ. ആ ചർച്ചിലൊരു കൾട്ട് ഗ്രൂപ്പ് എന്തോ ചടങ്ങ് ചെയ്ത് ഒരുപാട് പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആ ചടങ്ങ് ചെയ്ത അവരുടെ തലവനായിട്ടുള്ള ആള്, അയാൾ മാത്രം മരണപ്പെടാതെ ഇപ്പോഴും ഈ ടണലിനുള്ളിൽ ചുറ്റി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഇതെല്ലാം സത്യമാണോ എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കും, അല്ല നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അവരാരാണെന്നറിയണോ? അവരിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നറിയണോ? അതാണോ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ ഓഫീസിൽ നമ്മുടെ ഹീറോയിനെ അന്വേഷിച്ച് 2 പോലീസുകാർ വന്നിട്ടുണ്ട്. എന്നിട്ട് മാനേജറിനോട് ഹീറോയിനെ ചോദിക്കുമ്പോൾ മാനേജർ ചോദിക്കും, അല്ല സാർ എന്തു പറ്റി? ആ പെണ്ണ് എന്താ ചെയ്തേ? അപ്പോഴാണ് ആ പോലീസുകാരൻ ഈ ക്വാങ് ലിങ് എന്ന് പറഞ്ഞ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവൾ ആ കേസെല്ലാം അന്വേഷിക്കുന്ന അതിനെപ്പറ്റി അവളിട്ട വീഡിയോ ഞങ്ങൾ ഈ അടുത്താണ് കാണുന്നത്. അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് പറയുന്നതും ഇവിടെ ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ നമ്മുടെ ഹീറോയിനോട് ആ ഒരു കൾട്ട് ഗ്രൂപ്പിനെ കാണാനായിട്ട് എവിടെ പോകണം, എവിടെ പോയി കഴിഞ്ഞാൽ അവരെ കാണാൻ കഴിയും എന്നുള്ള കാര്യമെല്ലാം അവളോട് പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 ആ സമയത്ത് ഒരു ട്രെയിൻ വരും. ആ ട്രെയിനിൽ നീ കയറി കഴിഞ്ഞാൽ നീ ആരെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അവർ തന്നെ നിനക്ക് കാണാൻ കഴിയും എന്നുള്ള കാര്യം അയാൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവൾ ആ ഒരു ആകാംക്ഷയിൽ ആ ട്രെയിൻ വരാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അവൾ അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് 2 നിമിഷത്തിന് മുന്നേ ഈ പ്ലാറ്റ്ഫോമിലെ ലൈറ്റ് എല്ലാം ഓൺ ആവുന്നുണ്ട്. അപ്പോഴാണ് അവളല്ലാതെ വേറൊരുത്തന്നെ അവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ബാഗ്, ഈ പൂച്ച ഇതിനെല്ലാം കൊണ്ടുപോകുമല്ലോ, അതുപോലൊരു ബാഗും കയ്യിലൊരു ഫോണും ഉണ്ട്. ആ ഒരു ഫോണിൽ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഇത് വേറെ ആരുമല്ല, സ്റ്റാർട്ടിങ് സീനിൽ ഈ ടണലിനുള്ളിലൂടെ ഒരുത്തൻ പേടിച്ച് നടന്നു പോകുമ്പോഴത്തേക്ക് അവനെ ട്രെയിൻ അടിക്കും. അതോടെയാണ് ഈ ഒരു കഥ തന്നെ തുടങ്ങുന്നത്. ആ പയ്യനാണത്. പക്ഷെ അവൻ ആരാണ് എന്താണെന്ന് നമ്മുടെ ഹീറോയിൻ അറിയത്തില്ല. കുറച്ചു നേരം അവനെ തന്നെ നോക്കിയിരുന്നിട്ട് അത് കഴിഞ്ഞ് ട്രെയിൻ വരുമ്പോൾ അവൾ ആ ട്രെയിനിനുള്ളിലേക്ക് കയറുന്നു. ഇപ്പോൾ ഹീറോയിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ആ പയ്യനുണ്ടല്ലോ, അവൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ട്രെയിൻ വന്ന കാര്യം അവൻ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഓക്കെ, എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് അവൾ ഇതുപോലെ ആ ഒരു ട്രെയിനകത്തേക്ക് കയറിയിരിക്കും. ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴും അവൾ എത്തി നോക്കുന്നുണ്ട്. അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അവൾ പെട്ടെന്ന് തിരിഞ്ഞ് മുന്നിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മോനിത് ഇതുപോലെ അവളുടെ മുന്നിലത്തെ സീറ്റിൽ അവൻ ഇരിക്കുന്നു. അതുപോലെ ഇത്ര പെട്ടെന്ന് അവൻ എങ്ങനെ ഉള്ളിലേക്ക് കയറി എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നില്ല. കൂടാതെ അവൻ അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഇവനിങ്ങനെ നോക്കിയിരിക്കുന്നത് ഹീറോയിൻ പതിയെ ആ സീറ്റിൽ നിന്ന് നീങ്ങി ഒരു വശത്തേക്ക് ഇങ്ങനെ മാറുമ്പോൾ ഇവനും അതുപോലെ തന്നെ കണ്ണ് അവളുടെ നേർക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും, ഇവിടെ ഇരുന്നാലല്ലേ ഇവൻ നോക്കത്തുള്ളൂ, ശരി എന്തായാലും മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവനും അവളുടെ പിറകെ തന്നെ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ വിചാരിക്കും ഓടാന്ന് പറഞ്ഞിട്ട് അവൾ ഓടാൻ തുടങ്ങുമ്പോൾ അവനും പിറകെ തന്നെ ഓടി വരികയാണ്. അങ്ങനെ കുറേ ദൂരം ഓടുമ്പോഴത്തേക്കും ആ കമ്പാർട്ട്മെന്റിലെ എല്ലാ ലൈറ്റും പെട്ടെന്ന് ഓഫായി പോവും. അപ്പോഴാണ് കാണിക്കുമ്പോൾ ആ ഒരു പയ്യൻ ഇപ്പോൾ പ്രേതമായിട്ട് അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതും കൂടാതെ അവൻ്റെ ശരീരത്തിലാണെങ്കിൽ തലയില്ല, പകരം ആ ഒരു തല ഇപ്പോൾ അവൻ കൊണ്ടുവന്ന ആ ഒരു ബാഗിനകത്തിരിക്കുകയാണ്. ഇതുകൂടി കണ്ട ഹീറോയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നതും തലയില്ലാത്ത ശരീരം അവളുടെ പിറകെ തന്നെ വരുന്നുണ്ട്. അവളാണെങ്കിലും ഈ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുന്നത് നടക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിൽക്കുന്നു. ഡോർ തുറക്കുന്ന ചെറിയ ഗ്യാപ്പിൽ അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങും. അങ്ങനെ അവൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഗോസ്റ്റ് എന്തായാലും ഇവളെ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഹീറോയും മാത്രം ഏതോ ഒരു ടണലിനുള്ളിൽ നിൽക്കുന്നത് പോലെയാണ് കാണിക്കുമ്പോൾ ആ ടണലിൻ്റെ മറ്റൊരു വശത്ത് മുകളിലേക്ക് പോകാനായിട്ടൊരു വഴിയുണ്ട്. അതുപോലെ അതിന് മുകളിലേക്ക് ആരോ നടന്നു പോകുന്നത് പോലെ ഡും ഡും എന്ന് പറഞ്ഞൊരു ശബ്ദവും കേൾക്കുന്നു. അങ്ങനെ അതാരാണെന്ന് അറിയാൻ വേണ്ടി ആ വശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ തിരിയുന്നത് അവളുടെ പിറകിൽ ഒരു പഴയ ട്രെയിൻ വന്ന് നിൽക്കുന്നു. ഇതെങ്ങനെയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ മാനസികമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. അവൾ ആ ട്രെയിനിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ ഡോർ തുറക്കുന്നു. അകത്താണെങ്കിലോ രക്തം പറ്റിയൊരു വാക്കി ടോക്കിയുണ്ട്. അത് ഹീറോയിൻ കയ്യിലെടുത്ത് ഹലോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഇവിടെ ആ ഒരു ഓഫീസിലെ ആ മാനേജറുണ്ടല്ലോ, അവൻ ഈ പോലീസുകാരോട് അല്ല നിങ്ങളിപ്പോൾ അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോയിൽ എന്താ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടത് എന്ന് വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ പോലീസുകാർ പറയും അത് വേറെ ഒന്നുമല്ല, അവളേതോ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചേ അവളുള്ള കഥകളെല്ലാം മനസ്സിലാക്കിയെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് അവൾ സ്റ്റോറിയിലും കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. വേറെ ഒന്നുമല്ല, അവൾ കാണാൻ പോയ ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ, അയാൾ 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു ചെറിയ തെളിവ് പോലും വെക്കാതെ അയാൾ പെട്ടെന്ന് കാണാതാവുകയാണ് ചെയ്തത്. അങ്ങനെ കാണാതായിട്ടുള്ള ഒരു സ്റ്റേഷൻ മാസ്റ്ററോട് ഇവിടെ എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തു, അതാണ് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അതിനെപ്പറ്റി ചോദിക്കാനാണ് ഇവിടേക്ക് വന്നത്. ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റായി പോയില്ലേ. അങ്ങനെ ഇവിടെ ഹീറോയിനാണെങ്കിലോ ആ വാക്കിടൊക്കെ എടുത്ത് സംസാരിക്കുമ്പോൾ അവളുടെ ഓപ്പോസിറ്റിലെ അതിന് മറുപടി കൊടുക്കുന്നത് വേറെ ആരുമല്ല, അതേ സ്റ്റേഷൻ മാസ്റ്റർ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് എനിക്കറിയാം ഈ കഥയോടും നിന്റെ പ്രശസ്തി കൂടാനും നീ ഇതിൻ്റെ പുറകെ പോകുമെന്ന്. അതുമല്ല ഓരോ തവണയും നീ ഈ കഥ കേൾക്കാൻ വന്നപ്പോൾ
ഈ കഥയിലേക്ക് മാത്രമായിരുന്നു കൂടുതലായിട്ട് നീ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പക്ഷേ നീ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഈ കഥകളെല്ലാം നിനക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത്. കുഴപ്പമില്ല, ഞാൻ എൻ്റെ കഥ നിന്നോട് അവസാനമായിട്ട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് സ്റ്റേഷൻ മാസ്റ്ററുടെ കഥ അയാൾ പറയാൻ തുടങ്ങുകയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇയാൾ മരിക്കുന്നതിന് മുന്നേ ഈ ഒരു സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ഉണ്ടായിരുന്നത് അയാൾ തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം CCTV നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടണലിനുള്ളിലേക്ക് ആരും നടന്നു പോകുന്ന കാര്യം കണ്ട് അത് പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞ് മറ്റൊരാളോട് ഈ കാര്യം പറയും. അത് വേറെ ആരുമല്ല, സ്റ്റാർട്ടിങ് സീനിൽ ആ ഒരു സ്റ്റോറിയിൽ ടണലിനുള്ളിലേക്ക് പോയിട്ട് ആ ഒരു ട്രെയിൻ ഇടിച്ച് മരിച്ചല്ലോ, അതേപോലെ തന്നെ ഹീറോയിൻ ട്രെയിനിൽ കയറുമ്പോൾ അവളുടെ പിറകെ ഫോളോ ചെയ്ത് വന്ന ആ ഒരാൾ, അയാളോടാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത്, ദേ ഇതുപോലെ ടണലിനുള്ളിൽ ആരും ഒരാൾ കയറിപ്പോയിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാനാണെന്ന് തോന്നുന്നു, എന്തായാലും അയാളെ പോയി തടയണമെന്ന് പറയുമ്പോൾ ഇയാൾ പറയും, ഏയ് അത് തന്നെ കൊണ്ട് കഴിയത്തില്ല, എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു, അതുമല്ല എൻ്റെ പൂച്ചയാണെങ്കിലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വീട്ടിലിരിക്കുകയാണ്, അതിന് ആഹാരമെല്ലാം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഏയ് അടങ്ങിയിരിക്കും, അത് വേറൊരു പൂച്ചയാണ്, അല്ലാതെ മനുഷ്യനൊന്നുമല്ലല്ലോ, നീ ഇപ്പോൾ പോയില്ല എന്നുണ്ടെങ്കിലേ നാളെ ട്രാക്കിനകത്ത് ആരെങ്കിലും മരിച്ചു കിടന്നാലും നമ്മുടെ രണ്ടുപേരുടെ ജോലി പോവും, അതുകൊണ്ട് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് പോയി അന്വേഷിച്ചിട്ട് വാ, ഞാൻ CCTV വഴി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പം ആ ഒരാൾ ടോർച്ചും കൊണ്ട് ട്രാക്കിനകത്തേക്ക് നടന്നു പോകുന്നു. ആദ്യം ഇയാൾ ആ ഒരു ടണലിന് വെളിയിൽ വന്നിട്ട് ഉള്ളിലേക്ക് ടോർച്ച് വെച്ച് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ മാസ്റ്റർ പറയും, വെളിയിലല്ല, നീ ഉള്ളിലേക്ക് പോയി നോക്ക്. അങ്ങനെ അവനായാലും ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ CCTVയിൽ നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു രൂപം നടന്നു പോകുന്നത് പോലെ പെട്ടെന്ന് അവനെ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞ് വാക്കി ടോക്കി എടുത്ത് സംസാരിക്കുമ്പോൾ അത് കണക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങി ആ ഒരു ട്രാക്കിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് സൈഡിൽ തന്നെ അവനിങ്ങനെ പേടിച്ച് നടന്നു വരുമ്പോൾ അവൻ്റെ കൂടെ വാക്കി ടോക്കിയിൽ ആരോ നിർത്തി സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് വേറെ ആരുമില്ല, ഈ ഒരു സ്റ്റേഷൻ മാസ്റ്ററാണ് സംസാരിച്ചത്. അങ്ങനെ അവൻ എന്ത് സംഭവിച്ചെന്നറിയാതെ ഇയാൾ പേടിച്ച് അകത്തേക്ക് വന്നിട്ട് അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നല്ലതുപോലെ നോക്കിക്കോണം, ഇയാളുടെ മുന്നിലും പുറകിലും ഒരു ട്രെയിൻ പോലും കാണുന്നില്ല. പക്ഷെ പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പഴയ ട്രെയിനിൻ്റെ മുൻഭാഗം മുഴുവനായിട്ട് രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ട്രെയിൻ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നൊന്നും അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞു വിട്ട ഒരുത്തൻ ഈ ട്രെയിനകത്ത് കാണുമെന്ന് വിചാരിച്ചിട്ട് ഒരു വിധത്തിൽ ആ ഒരു ട്രെയിനകത്തേക്ക് പിടിച്ച് കയറി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ട്രെയിനകത്തും വേറെ ആരെയും കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് എഞ്ചിൻ റൂമിൽ നിന്നും ആരും ഒരാൾ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ, ചിലപ്പോൾ അവനായിരിക്കും എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഈ ഡോർ തുറന്ന് നോക്കുമ്പോൾ ഉള്ളിലും ആരെയും കാണുന്നില്ല. അങ്ങനെ ഇയാൾ അകത്തേക്ക് കയറി നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ട്രെയിൻ ആരും സ്റ്റാർട്ട് ചെയ്തതുപോലെ നല്ല വേഗതയിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഇയാൾ ആ ട്രെയിനിൻ്റെ ബ്രേക്ക് ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അയാളെ കൊണ്ട് കഴിയുന്നില്ല. അയാളുടെ തലയിടിക്കുന്നതല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഓരോ കമ്പാർട്ട്മെൻറ്റിലിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിലെല്ലാം രക്തം വെച്ച് എന്തോ ഒരു പ്രത്യേകതരം വാക്കുകൾ അല്ലെങ്കിൽ മന്ത്രങ്ങളാണോ എന്താണെന്ന് അറിയത്തില്ല, എന്തോ എഴുതിയിട്ടുണ്ട്. അതും കൂടാതെ ഇയാൾ നിൽക്കുന്ന ആ ഒരു ബോഗി അത് മുഴുവനായിട്ട് നല്ലതുപോലെ ചൂടായിട്ട് ആവിയെല്ലാം ഇങ്ങനെ പറക്കാണ്. കൂടാതെ അയാളുടെ ഷൂ എല്ലാം ഉരുകുന്നുണ്ട്. അപ്പോൾ അയാൾ വിചാരിക്കും ഒരുപക്ഷെ ഈ ട്രെയിൻ ഇത്രയും വേഗതയിൽ പോകുന്നത് കൊണ്ടായിരിക്കാം, അത് നിർത്തിക്കഴിഞ്ഞാൽ ഇത് എന്തായാലും സ്റ്റോപ്പ് ആവുമെന്ന് പറഞ്ഞ് ഈ ട്രെയിൻ നിർത്താൻ വേണ്ടി ഒരു ചെയിൻ സിസ്റ്റം ഉണ്ടല്ലോ, അതുപോലെ തന്നെ വേറൊരു സിസ്റ്റം ഉണ്ട്, അത് പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ ഈ ട്രെയിൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ്. അങ്ങനെ ഈ ട്രെയിൻ നിൽക്കുമ്പോൾ ഇതിനകത്തുള്ള ചൂടും മാറി, അതേപോലെ തന്നെ എഴുതിയിട്ടുള്ള ആ എഴുത്തുകളെല്ലാം മാഞ്ഞു പോകുന്നു, രക്തമെല്ലാം മാറിപ്പോകുന്നുണ്ട്, എല്ലാം പഴയതുപോലെയായി. അപ്പോഴേക്കാണ് ആ വാക്കി ടോക്കി എടുത്ത് കാണാതായിട്ടുള്ള അയാളുണ്ടല്ലോ, അയാളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ അവനിപ്പോൾ സംസാരിക്കുന്നുണ്ട്, അതെ ഞാൻ ഇവിടെ തന്നെയുണ്ട്, ട്രെയിനടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഇവനാണെങ്കിൽ ആ സന്തോഷത്തിൽ പെട്ടെന്ന് ഇതാ വരുന്നു എന്നും പറഞ്ഞ് മുന്നിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്നത് ജീവനുള്ള അവനല്ല, അവൻ്റെ തല മാത്രം. അതും ഈ കൾട്ട് ഗ്രൂപ്പിൻ്റെ തലവനായിട്ടുള്ള അയാളുണ്ടല്ലോ, അയാളാണ് അവൻ്റെ തല വെട്ടിയെടുത്ത് അങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവനെയാണ് നമ്മുടെ ഹീറോയിൻ കാണണമെന്ന് തന്നെ വിചാരിച്ചിരുന്നത്. ഇത് കണ്ട് ഇയാൾ അലറി വിളിക്കാൻ തുടങ്ങുന്നതും പെട്ടെന്ന് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും വീണ്ടും ആ ഒരു എഴുത്തുകളെല്ലാം വന്ന് രക്തമെല്ലാം വീണ്ടും തിരിച്ചു വന്ന് അവസാനം ഒരുപാട് കൈകൾ വന്നിട്ട് ആ ഒരു സ്റ്റേഷൻ മാസ്റ്ററെ ട്രെയിനിനുള്ളിലേക്ക് വലിച്ചെടുത്ത് അയാളെ കൊല്ലുന്നു. അങ്ങനെ ഈ ഒരു കൾട്ട് ഗ്രൂപ്പ് കൊന്ന സ്റ്റേഷൻ മാസ്റ്ററുടെ കഥ അയാൾ തന്നെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഹീറോയിനോട് ചോദിക്കുന്നത്, അല്ല നീ എന്നോട് എന്തോ ഒരു സഹായം ചോദിച്ചില്ലേ? ആ അതെ, ആ കൾട്ട് ഗ്രൂപ്പിൻ്റെ തലവനെ ആ സാത്താനെ നിനക്ക് കാണണമെന്ന്, അതിനുള്ള സഹായം ഞാൻ തന്നെ ചെയ്തു തരാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, ഇല്ലില്ല എനിക്ക് ആരെയും കണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതി, പ്ലീസ് എന്നെ രക്ഷപ്പെടുത്തു എന്നും പറഞ്ഞിട്ട് അവളിപ്പോൾ കരയാൻ തുടങ്ങും. അപ്പോഴേക്കാണ് അവളുടെ മുന്നിലേക്ക് ആ ട്രെയിനിൻ്റെ വിളിയിൽ സ്റ്റേഷൻ മാസ്റ്റർ അങ്ങനെ വന്നിട്ട്, നിന്നോട് സംസാരിച്ചത്, നിന്നോട് സമയം സ്പെൻഡ് ചെയ്തത്, ഇതെല്ലാം ഞാൻ ഒരുപാട് മിസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ചിരിക്കുന്നതും ഹീറോയിൻ ഡോർ തുറക്കാൻ പറയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. ഇപ്പോൾ പതിയെ അവൾ നിൽക്കുന്ന ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് സ്റ്റാർട്ടായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ട്രെയിൻ അവിടെ നിന്ന് പോകുന്നതും
അയാൾ അതിനകത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണോ ഈ ട്രെയിൻ ചൂടായത്, ഈ രക്ത എഴുത്തുകളെല്ലാം വന്നല്ലോ, അതുപോലെ തന്നെ വീണ്ടും വന്ന് അവസാനം നമ്മുടെ ഹീറോയിനും അതിനകത്ത് വെച്ച് തന്നെ മരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു മാനേജർ ഉണ്ടല്ലോ, നമ്മുടെ ഹീറോയിനെ സ്നേഹിക്കുന്ന, അവനിപ്പോൾ ഹീറോയിനെ അന്വേഷിച്ച് ഈ ഒരു സ്റ്റേഷനിലേക്ക് വരും. പക്ഷെ അവിടെ ഹീറോയിനും ഇല്ല, അതേപോലെ തന്നെ ആ ഒരു ട്രെയിനും ഇല്ല. അവളിപ്പോൾ എവിടെ പോയി കാണും എന്നുള്ള ആ വിഷമത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് ഹീറോയിൻ വന്ന് നിൽക്കുന്നു. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, അല്ല നിന്നെ ഞാൻ എവിടേക്ക് അന്വേഷിച്ചു, നല്ലതുപോലെ പേടിച്ചു പോയി, നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്തുകൊണ്ടാ ഫോൺ എടുക്കാതെ എന്തെങ്കിലും എന്നെ ചോദിക്കുമ്പോൾ ഹീറോയിൻ അതിന് മറുപടി ഒന്നും പറയാതെ പെട്ടെന്നൊന്ന് ചിരിച്ചിട്ട്, ഓക്കെ നിന്നോട് അമാനുഷികമായിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി പറയണം, എന്താ കഥ കേൾക്കാനായിട്ട് തയ്യാറല്ലേ എന്ന ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ പോലെ തന്നെ അവനോട് ചോദിക്കുമ്പോഴത്തേക്കും ഈ മൂവിയും ഇവിടെ വെച്ച് തന്നെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. പിന്നെ മറക്കാതെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.